നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ ബഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. മാതാവ് ഷെമിയെ ആക്രമിച്ചതും അനുജൻ അഫ്സാൻ, കാമുകി ഫർസാന, പിതൃസഹോദരൻ ലത്തീഫിന്റെ ഭാര്യ സാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ പാങ്ങോട് പോലീസ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷമിയുടെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കുമെന്നാണ് വിവരം. നേരത്തെ മജിസ്ട്രേറ്റ് ഷമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കുടുംബത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. അതേസമയം ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം പ്രതി അഫാന്റെ ഡിസ്ചാർജ് തീരുമാനിക്കും. ഡിസ്ചാർജ് ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പാങ്ങോട് പോലീസിന്റെ തീരുമാനം. അഫാന്റെ മാനസിക നിലയിൽ പ്രശ്നമില്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ നടത്തിയ മാനസിക പരിശോധനയിലാണ് കൊലപാതകവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അഫാന്റെ മാനസിക നിലയെ ബാധിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയത്. ഈ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. മാനസിക പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിന് നേരത്തെ സംശയമുണ്ടായിരുന്നു. രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ലെങ്കിലും മദ്യം, അല്ലാതെയുള്ള മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവനോടും പകതോന്നി കൊലപ്പെടുത്താൻ അഫാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം ഇത് ഒഴിവാക്കി. മനോരോഗ വിദഗ്ധർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. മുത്തശ്ശി സൽമ ബീവി, പിതൃസഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ഷഹീദ, പെൺസുഹൃത്ത് ഫർസാന, ഇളയ സഹോദരൻ അഫ്സാൻ, മാതാവ് ഷെമി എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തുമലയിലെത്തി രണ്ടുപേരെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി. എന്നാൽ അനുജൻ അഫ്സാൻ കൺമുന്നിൽ മരിച്ചതോടെ എല്ലാ ധൈര്യവും ചോർന്നു. തുടർന്ന് ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ സെല്ലിൽ കഴിയുന്ന അഫാനെ ഇന്ന് ജയിലിലേക്ക് മാറ്റിയേക്കും. പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി അഫാനെ റിമാൻഡ് ചെയ്തിരുന്നു. മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു 4 കേസുകളിലും അടുത്ത ദിവസം വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും. കുടുംബത്തിന് ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ളത് അഫാനും മാതാവ് ഷെമിയും ഗൾഫിലുണ്ടായിരുന്ന പിതാവിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ചീട്ടിയിലും പലിശ ഇടപാടിലും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് 65 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന അഫാൻ നേരത്തെ തന്നെ പോലീസിന് മൊഴി നൽകിയതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ പിതാവ് റഹീം പോലീസിന് നൽകിയ മൊഴി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. അഫാൻ പറയുന്നത് പോലുള്ള സാമ്പത്തിക ബാധ്യത കുടുംബത്തിനില്ല എന്നായിരുന്നു പിതാവിന്റെ മൊഴി. ഇതോടെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാണുന്നതിൽ അവ്യക്തത വന്നത്. എന്നാൽ പിന്നീട് പോലീസ് ഇക്കാര്യത്തിൽ വീണ്ടും അന്വേഷണം നടത്തി വ്യക്തത വരുത്തി. അഫാന്റെ കുടുംബവുമായി സാമ്പത്തികമായി ഇടപാടുള്ളവരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇതിൽ നിന്നാണ് കടബാധ്യത പോലീസ് സ്ഥിരീകരിച്ചത്. 15 ലക്ഷം രൂപയുടെ കടമാണ് ഉള്ളതെന്നും അത് താൻ തന്നെ പരിഹരിക്കുമെന്നുമാണ് റഹീം പറഞ്ഞത്. പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട കടങ്ങളൊന്നും നിലവിലില്ലെന്നും കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണ്ണമാല പണയം വെച്ചത് തിരിച്ചെടുക്കാൻ അഫാന് ദിവസങ്ങൾക്ക് മുമ്പ് 60,000 രൂപ അയച്ചു കൊടുത്തിരുന്നുവെന്നും റഹീം വ്യക്തമാക്കിയിട്ടുണ്ട്. അഫാനോട് നിരന്തരം വാട്സാപ്പ് വഴി വിളിക്കുമായിരുന്നു. സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മകനോട് സംസാരിച്ചിരുന്നു. ഒരു സമയത്തും എനിക്ക് വിദേശത്തേക്ക് പണം അയച്ചിട്ടില്ല എന്നും റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.